ടോക്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. LP-UP ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ബാലകൃഷ്ണ സാറിൻ്റെ കയ്യിൽ നിന്നും തിരഞ്ഞെടുത്ത വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോകൾ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ ഉത്തരങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും ഒരു കാൻഡിഡേറ്റാണ്. ഞാനും പുതിയ ലിസ്റ്റ് വന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ വളരെ കുറച്ച് കുട്ടികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അത് അവർക്ക് കൂടി ഹെൽപ്ഫുള്ളാവും. നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുന്നത് അവർ കേൾക്കുകയാണെങ്കിൽ അവർക്കും അത് ഇതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശയം പറയാൻ സാധിച്ചാൽ അവരുടെ ഒരു പോയിന്റെങ്കിലും കൂടാൻ ഇത് ഹെൽപ്ഫുള്ളായാൽ അത് വളരെയധികം നല്ലതാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ മിക്ക ചോദ്യങ്ങളും സെർച്ച് ചെയ്ത് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാജുവിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും പറയാനുള്ളത് അവൻ്റെ മോശം പഠനശീലത്തെക്കുറിച്ചാണ്. കഴിവും നേട്ടവും തമ്മിലുള്ള അന്തരം, കുറഞ്ഞ ആത്മവിശ്വാസം, അഭിമാനമില്ലായ്മ എന്നിവയെക്കുറിച്ചാണ്. രാജു എപ്രകാരമുള്ള കുട്ടിയാണ്? തീർച്ചയായും ഈ കുട്ടി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ എല്ലാ തരത്തിലും പഠന നിലവാരം മോശമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി പൂർണ്ണമായും ആത്മവിശ്വാസക്കുറവ് അനുഭവിക്കുന്ന കുട്ടിയാണ്. തീർച്ചയായും ആ കുട്ടി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു കുട്ടിയാണ്. വളരെ താഴ്ന്ന പഠന നിലവാരമുള്ള ഒരു കുട്ടിയായിരിക്കും അത്. നെക്സ്റ്റ് വൺ. ഓരോ കുട്ടിയുടെയും കഴിവും താല്പര്യവും അനുസരിച്ച് വിവിധ തരം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു അധ്യാപകനാണ് താങ്കൾ. ഏത് തത്വമാണ് താങ്കൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്? ഓരോ കുട്ടിയുടെയും താല്പര്യവും കഴിവും പരിഗണിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് കുട്ടികളിലെ വ്യക്തി വ്യത്യാസങ്ങളാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്നും അവർക്ക് തീർച്ചയായും വ്യത്യസ്ത തരം പ്രവർത്തനങ്ങൾ നൽകണം എന്നുള്ളൊരു ആശയമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അടുത്തത്, ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. അത് മാർക്കിങ്ങിന് പകരം ഗ്രേഡിംഗ് കൊണ്ടുവരുന്നു. അത് വർഷാന്ത പരീക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല. കുട്ടികളിൽ പരീക്ഷയോടുള്ള ഉത്കണ്ഠ കുറയ്ക്കുന്നു. അതിൽ നിരവധി മൂല്യനിർണയ ഉപാധികൾ ഉപയോഗിക്കുന്നു. ഇത് ഏത് തരം മൂല്യനിർണയത്തിലാണ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്? തീർച്ചയായും കണ്ടിന്യൂസ് ആയിട്ടുള്ള, മലയാളത്തിൽ സമഗ്രവും തുടർച്ചയുമായിട്ടുള്ള മൂല്യനിർണയ രീതിയിലാണ് ഇത്തരം ഒരു രീതി പിന്തുടരുന്നത്. സമഗ്രവും തുടർച്ചയുമായ മൂല്യനിർണയം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. നെക്സ്റ്റ് വൺ. നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സുകളിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ മാത്രം താല്പര്യം പ്രകടിപ്പിക്കുന്നു. അവനെ പഠിപ്പിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ഏറ്റവും ശരിയായ രീതി എന്തായിരിക്കും? പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടി തീർച്ചയായും കളികളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും കഴിഞ്ഞിട്ടും ആ കുട്ടി കളികളിൽ മാത്രം താല്പര്യം കാണിക്കുന്നു എങ്കിൽ ആ കുട്ടി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ തന്നെ ആ കുട്ടിയെ ഒരു കേസ് സ്റ്റഡി നടത്തുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഭാഗികമായി കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് അധ്യാപിക പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താങ്കൾ എന്താണ് ചെയ്യുക? തീർച്ചയായും ആ കുട്ടിയെ ക്ലാസ്സിലെ മുൻപിലുള്ള ഒരു വരിയിൽ തന്നെ ഇരുത്തേണ്ടതാണ്. അപ്പം ഗ്രൂപ്പ് തിരിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ
ഗ്രൂപ്പിലെ ലീഡറെ ആ കുട്ടിയുടെ കാര്യം പ്രത്യേകം ഏൽപ്പിക്കേണ്ടത് ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് റിസോഴ്സ് ടീച്ചറുടെ സഹായം തേടുക എന്നുള്ളതാണ്. റിസോഴ്സ് ടീച്ചർ വരുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമായ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകാം എന്നുള്ളത് 2 ടീച്ചർമാർക്കും കൂടി ഒരുമിച്ച് തീരുമാനിക്കാം. കൂടുതൽ എന്തെങ്കിലും പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ആ ടീച്ചർക്ക് നൽകാൻ കഴിയുമെങ്കിൽ അത് നൽകാനായിട്ട് ആ ടീച്ചറോട് ആവശ്യപ്പെടുകയും ചെയ്യാം. ശബരി അധ്യാപകൻ നൽകുന്ന എല്ലാ വർക്കുകളും കണക്കുകളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കും. അതിനുശേഷം തൊട്ടടുത്തിരിക്കുന്ന സഹപാഠികളെ ശല്യം ചെയ്യിക്കുകയും ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായും അധ്യാപകൻ നൽകുന്ന പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കഴിയുന്നു എങ്കിൽ ആ അധ്യാപകൻ നൽകുന്ന പഠന പ്രവർത്തനങ്ങൾ ആ കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല എന്ന് നമുക്ക് വ്യക്തമാക്കാം. പല കുട്ടികളും പല നിലവാരത്തിലുള്ളവയാണ്. ചില കുട്ടികൾ വളരെ മികച്ച നിലവാരം പുലർത്തുന്നവരും ചിലർ തീരെ താഴ്ന്ന നിലവാരം, അതായത് വളരെ പതുക്കെ കണക്കുകൾ ചെയ്യുന്ന കുട്ടികളും നമ്മൾക്ക് കാണാം. ടീച്ചർ ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ടീച്ചർ കേൾവിയിലൂടെ പഠനം, കാഴ്ചയിലൂടെ പഠനം, പ്രവൃത്തിയിലൂടെ പഠനം, അനുഭവത്തിലൂടെ പഠനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. എന്തിനു വേണ്ടിയാണിത്? തീർച്ചയായും കുട്ടികളുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തിവ്യത്യാസങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി ആ ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയും പ്രവൃത്തിയിലൂടെയും അനുഭവത്തിലൂടെയുള്ള പഠനത്തിന് ടീച്ചർ പ്രാധാന്യം നൽകുന്നത്. കുട്ടികളുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തിവ്യത്യാസങ്ങളും പരിഗണിക്കാൻ വേണ്ടി എന്നുള്ള ഉത്തരമാണ് ഇവിടെ നൽകേണ്ടത്. സ്കൂളിൽ പഠിതാവിനെ വിലയിരുത്തുന്നതിൻ്റെ ഉദ്ദേശം. ആത്യന്തിക വിലയിരുത്തലിനും സംരചന വിലയിരുത്തലിനും നിതാന്ത നിർണയത്തിനും പരിഹാര ബോധനത്തിനും വേണ്ടിയെല്ലാമാണ് സ്കൂളിൽ പഠിതാവിനെ വിലയിരുത്തുന്നത്. തീർച്ചയായും കുട്ടികളെ വിലയിരുത്തിയാൽ മാത്രമേ അവർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കൂടുതൽ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു അധ്യാപിക പഠിപ്പിച്ചു കഴിഞ്ഞു കുട്ടികളെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരു ചോദ്യം ഒരു പാഠത്തിൽ നിന്ന് അല്ലെങ്കിൽ 2 പാഠം എക്സാം എടുത്തു, അതിൽ ഒരു പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ കുട്ടികളും ഒരുവിധം മിക്ക കുട്ടികളും ഉത്തരം തെറ്റായി എഴുതിയെങ്കിൽ ആ ടീച്ചർക്ക് മനസ്സിലാക്കാം അത് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല, പാഠഭാഗം ഉൾക്കൊള്ളാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നല്ല പരിഹാര ബോധനം നൽകാൻ അധ്യാപികയ്ക്ക് സാധിക്കും. അതിനാൽ മൂല്യനിർണ്ണയം തീർച്ചയായും അധ്യാപനത്തിന് ശേഷം ടീച്ചറുടെ കുട്ടികൾക്ക് മികവിനും കുട്ടികളുടെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ടീച്ചർക്ക് സ്വയം വിലയിരുത്താനും എല്ലാം തന്നെ മൂല്യനിർണ്ണയം അത്യാവശ്യമാണ്. കുട്ടികളിൽ വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം? ഏറ്റവും പ്രധാനമായും വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 2 എണ്ണമാണ്. നമുക്കറിയാം, ഒന്നാമത്തേത് പാരമ്പര്യവും രണ്ടാമത്തേത് ചുറ്റുപാടും. നേച്ചർ കോൺട്രവേഴ്സി എന്ന വാദം ഇതിനെ ചൊല്ലി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ വ്യക്തിത്വത്തിന്മേൽ പരിസ്ഥിതിക്കും പാരമ്പര്യത്തിനുമുള്ള ബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യമായി P=H*E എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഒപ്പം സാഹചര്യങ്ങളും കുടുംബ അന്തരീക്ഷങ്ങളും വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു എന്നും പറയാം. അതായത് കുട്ടികളിൽ വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പാരമ്പര്യവും ചുറ്റുപാടുകളും അതുപോലെ തന്നെ കുടുംബവും സ്കൂളും എല്ലാം തന്നെ നമ്മുടെ ഒരു കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.